ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി അധ്യായം 7 ഭാഗം 4. സായാഹ്നമായപ്പോൾ അവർ നഗരത്തിന് സമീപത്തെത്തി. അതാണ് മിഥില, ആ ഗംഭീരങ്ങളായ കെട്ടിടങ്ങളുടെ കൂട്ടമുള്ള സ്ഥലം എന്നിങ്ങനെ പറഞ്ഞു മഹർഷി ദൂരത്തുനിന്ന് തന്നെ നഗരത്തെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ സഹോദരന്മാരും ശിഷ്യന്മാരും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അവർക്ക് അത് ഉള്ളിലൊതുക്കുവാൻ കഴിഞ്ഞില്ല. ശാരീരിക ക്ലേശം മറന്ന് അവർ അവിടെ നിന്നും അതിവേഗം നടന്നു. ക്ഷണത്തിൽ നഗരത്തിൻ്റെ പ്രധാന പ്രവേശന ദ്വാരത്തിലെത്തി. അവിടെ എവിടെ തിരിഞ്ഞാലും വേദങ്ങൾ ചൊല്ലുന്ന തപസ്വികളെയും ബ്രാഹ്മണരെയുമാണ് അവർ കണ്ടത്. യാഗാഗ്നി ജ്വലിപ്പിച്ച് അതിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന അനേകം വീടുകളും അവർ കണ്ടു. ഓരോ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും നാട്ടിൻപുറങ്ങളിൽ നിന്നും സഞ്ചരിച്ചെത്തിയ കാളവണ്ടികൾക്ക് ചുറ്റുമായി കൂട്ടം കൂട്ടമായി ആളുകൾ വന്നിരുന്നു. വൃദ്ധരും യുവാക്കളും സ്ത്രീകളും കുട്ടികളുമായി എല്ലാ ജാതിയിൽപ്പെട്ടവരും ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായ ആളുകൾ ഓരോ മുക്കിലും സമ്മേളിച്ചിരുന്നു. അവരെല്ലാം ആനന്ദത്തിൻ്റെ പ്രവാഹത്തിൽ നീങ്ങുന്നത് പോലെ തോന്നി. എല്ലാ റോഡുകളിലും തെരുതെരി കുറുകെ കിടക്കുന്ന ആവേശഭരിതമായ ജനങ്ങളെ കണ്ട് നഗരം നിറഞ്ഞിരുന്നു. മഹർഷിയും കൂടെയുള്ളവരും താരതമ്യേന ജനത്തിരക്ക് കുറഞ്ഞു കണ്ട ഒരു കുളത്തിൻ്റെ തീരത്തെത്തി. അവർ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു. എവിടെയാണെന്ന ഇതുവരെ യാതൊരു തീർച്ചയും ഉണ്ടായിരുന്നില്ല. സന്ധ്യാസ്നാനം, വന്ദനം മുതലായവയ്ക്കുള്ള സമയം ആസന്നമായിരുന്നു. അതുകൊണ്ട് അവർ സാധനങ്ങളെല്ലാം കുളക്കരയിൽ വച്ച് കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനാദി കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. യജ്ഞം ആസന്നമായിരിക്കുന്നത് കൊണ്ട് രാജധാനിയിൽ നിന്നും രാജസ്തുതി പാഠകരും രാജഭടന്മാരും ഓരോ മണിക്കൂറിനും വന്നെത്തിക്കൊണ്ടിരുന്ന സന്യാസിമാരുടെ ഇടയിൽ അവരുടെ പേര്, അവരുടെ ഗുരുവിൻ്റെയും ആശ്രമത്തിൻ്റെയും പേര്, അവരുടെ ആധ്യാത്മിക പദവി, അവർ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടവരാണോ എന്നീ വിവരങ്ങളെല്ലാം അന്വേഷിക്കുവാൻ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ വസ്തുതകളും താമസം വിനാ തന്നെ അറിയിക്കണമെന്ന് ജനക ചക്രവർത്തി നിർബന്ധിച്ചിരുന്നു. ഇതിനിടയിൽ വിശ്വാമിത്രൻ തൻ്റെ സ്നാനവും മറ്റ് കൃത്യങ്ങളും നിർവഹിച്ച് ശിഷ്യന്മാരോടും രാമലക്ഷ്മണന്മാരോടുമൊപ്പം കുളക്കരയിൽ തന്നെ സ്ഥിതി ചെയ്തു. ആ സഹോദരന്മാർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച നക്ഷത്രങ്ങളെപ്പോലെ കാണപ്പെട്ടിരുന്നു. വിശ്വാമിത്രൻ കൂടെയുള്ളവരോട് മിഥിലയുടെ പ്രഭാവത്തെപ്പറ്റി വിവരിക്കുകയായിരുന്നു. ഇതിനിടയിൽ രാജധാനിയിൽ നിന്നും ഒരു രാജസ്തുതി പാഠകൻ അവരെ സമീപിച്ച് വളരെ മര്യാദയോടുകൂടി അന്വേഷിച്ചു. ഗുരു, സദയം അങ്ങ് ആരാണെന്ന് പറയുക. അങ്ങ് എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ രാജദൂതന്മാരാണ്. ഞങ്ങൾ രാജകൽപ്പന അനുസരിക്കുകയും ഞങ്ങളുടെ കൃത്യം നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. അങ്ങ് പേര് പറയുമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ ആഗമനത്തെപ്പറ്റി രാജാവിനെ അറിയിക്കാം. ദൂതൻ രാജധാനിയിലേക്ക് തിരക്കിട്ടുപോയി ജനക ചക്രവർത്തിയെ വിശ്വാമിത്രൻ്റെ ആഗമനത്തെപ്പറ്റി അറിയിച്ചു. ചക്രവർത്തി മഹാനായ ആ തപോധനനെ സ്വീകരിക്കുന്നതിന് സമുചിതമായ ഒരുക്കങ്ങൾ ചെയ്തു. സദാനന്ദൻ്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണർ, പുരോഹിതന്മാർ, പണ്ഡിതന്മാർ എന്നിവരെ വിശ്വാമിത്രന് സമീപത്തേക്ക് അയച്ചു. സ്വാഗതവും ശുഭാശംസകളും സംബന്ധിച്ച് വൈദിക മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് രാജധാനിയിൽ നിന്നുള്ള സംഘം കുളക്കരയിലെ തിണ്ടിലെത്തി. ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് അവർ വന്നത്. വിശ്വാമിത്രൻ മനസ്സിലാക്കി. തന്നോടൊന്നിച്ചു വരുന്നതിന് ഒരുങ്ങിക്കൊള്ളുവാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരേക്ക് നിർദ്ദേശം കൊടുത്തു. ഓരോരുത്തരും അതിന് തയ്യാറായി. ഇതിനിടയിൽ സദാനന്ദൻ ശരിയായ വൈദിക പാരമ്പര്യത്തിൽ ഒരു മഹാഗുരുവിന് യോജിച്ച വിധം വിശ്വാമിത്രനെ ആദരിച്ച് അദ്ദേഹം മഹർഷിയുടെ പാദങ്ങൾ നമസ്കരിച്ചു. വൈദിക മന്ത്രശുദ്ധമായ ലഘുഭക്ഷണം നൽകി. ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് താനും ഒന്നിച്ചുള്ളവരും വന്നിട്ടുള്ളത് മഹർഷിയെയും കൂടെയുള്ളവരെയും ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നെല്ലാം മാതൃകാപരമായ വിനയത്തോടുകൂടി അറിയിച്ചു. ആ സംഘത്തിൻ്റെ സാമാനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു പല്ലക്ക് അവിടെ നിർത്തി. മഹർഷിയെയും മറ്റുള്ളവരെയും പലതരം സംഗീതോപകരണങ്ങൾ പ്രയോഗിക്കുന്ന ഗായകന്മാരുടെ അകമ്പടിയോടുകൂടി നഗരത്തിലേക്ക് ആനയിച്ചു. രാജകീയ പാതയിൽ അവർ പ്രവേശിച്ച ഉടനെ മന്ത്രിമാരോടും രാജസ്തുതി പാഠകരോടും അടുത്ത ബന്ധുക്കളോടും ഒന്നിച്ച് ജനക ചക്രവർത്തി തന്നെ അവരുടെ അടുക്കലേക്ക് വന്നു. പ്രഭു, എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങയുടെ ആഗമനത്തോടുകൂടി മിഥിലയ്ക്ക് അതുല്യ
അതുല്യമായൊരു തേജസ് ഉണ്ടായിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ് ചക്രവർത്തി വിശ്വാമിത്രൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം അദ്ദേഹം മഹർഷിയുടെയും വിദ്യാർത്ഥികളുടെയും ശിഷ്യന്മാരുടെയും ക്ഷേമത്തെപ്പറ്റി അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ബാലന്മാരായ രാമലക്ഷ്മണന്മാരുടെ മേൽ പതിച്ചു. സൗന്ദര്യദീപ്തിയുടെ മൂർത്തിമത് ഭാവമാണ് അവർ എന്ന് അദ്ദേഹത്തിന് തോന്നി. അല്പസമയത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ കഴിഞ്ഞില്ല. കഠിന ശ്രമത്തിനു ശേഷം വിശ്വാമിത്രനോട് സംസാരിക്കാൻ മാത്രമേ പരിസരബോധം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അദ്ദേഹം ചോദിച്ചു, ഗുരു, ഇവരാരാണ്? ഇവര് അശ്വനി ദേവന്മാരെ പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ മേൽ അനുഗ്രഹം അർപ്പിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ സ്വർഗത്തിൽ നിന്നും വന്ന പോലെ തോന്നുന്നു. ആ ദേവന്മാർ ലൂലവും ദിവ്യവുമായ വശീകരണ ശക്തി ഇവർക്കുണ്ട്. ഇല്ലെങ്കിൽ അവർ ഭൂമിയിലേക്ക് വന്ന സൂര്യചന്ദ്രന്മാരാവാം. തരുണ സൗന്ദര്യത്തിൻ്റെ ഈ മൂർത്തീകരണങ്ങൾ എങ്ങനെയാണ് അങ്ങയാൽ നയിക്കപ്പെട്ട ഈ സംഘത്തിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് ഇത്രയും ദൂരം നടന്നു വന്നത്? അല്ലെങ്കിൽ ഇവിടെ അടുത്തു നിന്നെങ്ങാനും അങ്ങയുമായി പരിചയപ്പെട്ട് ഒന്നിച്ചു വന്നതാണോ? താൻ എവിടെയാണെന്നോ തനിക്ക് എന്താണ് അറിയേണ്ടതെന്നോ ഉള്ള കാര്യം വിസ്മരിച്ച് തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ ജനകൻ ഒന്നിനു പുറകെ മറ്റൊന്നായി ചോദ്യങ്ങൾ തുരുതുരെ ചോദിക്കുകയായിരുന്നു. വിശ്വാമിത്രൻ ചക്രവർത്തിയുടെ സ്ഥിതി മനസ്സിലാക്കി. അദ്ദേഹത്തിന് മന്ദസ്മിതം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇവർ അയോധ്യയിലെ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ്. അവരുടെ പേർ രാമനെന്നും ലക്ഷ്മണനുമെന്നും അത്രേ. ഈ കുട്ടികളുടെ പരാക്രമവും പ്രവർത്തനശേഷിയും അമ്പരപ്പിക്കുന്നതും അത്ഭുതജനകവുമാണ്. മഹർഷിക്ക് കുറേ കൂടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് താമസിക്കാനുള്ളിടത്തെത്തിയിട്ട് അവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നത് നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവർ തങ്ങൾക്ക് താമസിക്കാൻ സൗകര്യപ്പെടുത്തിയ സ്ഥലത്തേക്ക് നടന്നു. മനോഹരമായൊരു ഉദ്യാനത്തിൻ്റെ മധ്യത്തിൽ ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ സുന്ദരമായ കെട്ടിടമുണ്ടായിരുന്നു. പച്ചിലകളും തോരണങ്ങളാലും അത് ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ഏറ്റവും നിശബ്ദവും പ്രശാന്തവുമായ സ്ഥലം. സ്വർഗത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ ചിറകിൽ കൂടി ശാന്തി നിപതിച്ചതുപോലെയായിരുന്നു ആ സ്ഥലം. രാജകീയ വസതിയുടെ വളരെ അടുത്തായിരുന്നു അത് സ്ഥിതി ചെയ്യുന്നത്. അവരെ അകത്ത് പ്രവേശിപ്പിച്ചതിന് ശേഷം ജനകൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അങ്ങയുടെ ആഗമനം എന്നിൽ അളവറ്റ ശക്തിയും ആനന്ദവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അനേകം ജന്മങ്ങളിൽ നേടിയ നന്മയുടെ ഫലമായിട്ടാണ് ഈ ഭാഗ്യം കൈവന്നതെന്ന് എനിക്ക് തീർച്ചയാണ്. ഞാനിപ്പോൾ വിട ചോദിക്കുന്നു. ഋത്തുക്കളുടെ അഭിപ്രായത്തിൽ യജ്ഞം ആരംഭിക്കുവാൻ 12 ദിവസത്തെ ഒഴിവുണ്ട്. സദയം അത്രയും കാലം ഇവിടെ മിഥിലയിൽ തന്നെ അങ്ങ് താമസിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഈ ആവശ്യത്തിന് തനിക്ക് എതിർപ്പൊന്നുമില്ല എന്നും വിശ്വാമിത്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ജനകൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയാശങ്കകളൊക്കെ നീക്കം ചെയ്യപ്പെട്ടു. അകന്നിരിക്കാൻ അത് കൂടുതൽ ദീർഘകാലമായ കാലമല്ല എന്ന പോലെ രാമലക്ഷ്മണന്മാർ പരസ്പരം നോക്കി. ആ രാത്രി അവർക്ക് വിശ്രമവും നിർബാധവുമായ നിദ്രയും ലഭിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യപ്പെട്ടിരുന്നു. അവർക്കായി പാൽ, പഴങ്ങൾ, മറ്റു സാധനങ്ങളെല്ലാം രാജധാനിയിൽ നിന്ന് നൽകി. ജനകൻ സ്ഥലം വിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ ദർശനം ഇനി നാളെ പ്രഭാതത്തിൽ സാധിച്ചു കൊള്ളാം. ഇനിയും അങ്ങയെ താമസിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അങ്ങ് ദീർഘവും ക്ലേശകരവുമായ ഒരു യാത്ര കഴിഞ്ഞു വരികയാണല്ലോ. പണ്ഡിതന്മാർ, പുരോഹിതന്മാർ എന്നിവരോടൊപ്പം ജനകൻ രാജധാനിയിലേക്ക് മടങ്ങി. രാമനും ലക്ഷ്മണനും ചക്രവർത്തിയുടെ ഭക്തിയെയും വിനയത്തെയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിളങ്ങിക്കണ്ട ശാന്തിയെയും ആനന്ദത്തിൻ്റെയും പ്രകാശത്തെ സംബന്ധിച്ച് സംസാരിച്ചു. അവർ ഗുരുവിൻ്റെ ഒരു ഭാഗത്തിരുന്ന് പാലും പഴങ്ങളും കഴിച്ചു. അനന്തരം അനുമതി കിട്ടിയ ശേഷം വിശ്രമമുറിയിലേക്ക് പോയി. ആ രാത്രി അവർ സുഖമായി ഉറങ്ങി. പകൽ വെളിച്ചം നഗരത്തിൽ പരന്നതിന് ശേഷം വാതിൽക്കൽ നിന്നും കുഴലിൻ്റെയും ചെണ്ടയുടെയും ശബ്ദമുയർന്നു. ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലി. രാമനും ലക്ഷ്മണനും എഴുന്നേറ്റ് കുളിയും പ്രഭാതകർമ്മങ്ങളും കഴിച്ച് വിശ്വാമിത്രൻ്റെ അടുത്ത് ചെന്നു. ഗുരു അവർക്ക് കുടിക്കാൻ പാൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ജനകൻ ഏതു നേരവും ഇവിടെ വന്നേക്കാം. പ്രാതൽ കഴിച്ച് തയ്യാറായിരിക്കുക. ഉടനെ അവരും മഹർഷിയുടെ ബാലശിഷ്യന്മാരും മുറിയിലേക്ക് പോയി. പാലും പഴങ്ങളും കഴിച്ച് വന്ന കൈ കഴുകി അവർ ശാന്തമായി ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ആദരപൂർവ്വം ഇരുന്നു. ഇതിനിടയിൽ ജനക ചക്രവർത്തി തൻ്റെ ഗുരുവും ഒന്നിച്ച് വിശ്വാമിത്രനെ അഭിവാദനം ചെയ്യുന്നതിനായി വരുന്നുണ്ടെന്നറിവായി ശംഖുലികളും
മാമൂലനുസരിച്ചുള്ള 9 സംഗീതോപകരണങ്ങളുടെ ശബ്ദവും രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ആഗമനത്തെ വിളിച്ചറിയിച്ചു. ജനകൻ ശുഭപ്രദമായ ചന്ദനവും ധാന്യമണികളും കയ്യിലെടുത്തുകൊണ്ട് കടന്നുവന്നു. സദാനന്ദനും പരിവാരങ്ങളും അപ്പോൾ ആ പവിത്ര വസതിയിൽ പ്രവേശിച്ചു. കൃതജ്ഞനും സന്തുഷ്ടനുമായി ജനകൻ മഹർഷിയുടെ കാൽ കഴുകി. അനന്തരം ജനകൻ വിശ്വാമിത്രൻ്റെ കാൽ നമസ്കരിച്ച് മഹർഷിക്കായി വച്ചിരുന്ന ഇരിപ്പിടത്തിൻ്റെ മുമ്പിലുമുള്ള ഉയർന്ന ആസനത്തിൻ്റെ അടുത്തായി നിന്നു. നിർദ്ദേശം നൽകിയ ഉടനെ ജനകൻ തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. നിലത്ത് വിരിച്ചിരുന്ന പരവതാനിയിൽ ഗുരുവിൻ്റെ വലത്തുഭാഗത്തായി രാമലക്ഷ്മണന്മാരും ഇരുന്നു. ജനകൻ പറഞ്ഞു, മഹാമുനെ, ഇപ്പോൾ അങ്ങയുടെ ആജ്ഞ എന്താണ്? അത് സ്വീകരിക്കാനും അതുപ്രകാരം പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. അത് സദയം എന്നെ അറിയിക്കൂ. ജനകൻ പ്രാർത്ഥനാരൂപത്തിൽ കൈകൾ കൂപ്പി. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി സമയം ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് വിസ്തരിച്ചു പറയാൻ കഴിഞ്ഞില്ല. ഈ രാജകുമാരന്മാരെ പറ്റി, രാമനെയും ലക്ഷ്മണനെയും പറ്റി ഞാനിപ്പോൾ പറഞ്ഞു തരാം. അങ്ങ് അവരുടെ കഥ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നുവല്ലോ. താങ്കൾക്ക് ഇപ്പോൾ തന്നെ അത് കേൾക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ പിന്നീടൊരിക്കൽ പറയാം. ജനകൻ സാഹചര്യം പറഞ്ഞു, ഗുരു, അങ്ങുമായി സംഭാഷണം കൊണ്ടുണ്ടാവുന്ന ആനന്ദ നിർവൃത്തി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട ജോലി എനിക്ക് മറ്റെന്താണുള്ളത്? യുഗങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്സിൻ്റെ മാത്രം ഫലമാണോ സൗകര്യം? അവരെ പറ്റിയുള്ള വിവരങ്ങൾ അങ്ങ് പറഞ്ഞു തരാമെന്ന പ്രതീക്ഷ തന്നെ എന്നെ പൂർണ്ണനാക്കുന്നു. അത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അനന്തരം വിശ്വാമിത്രൻ ദശരഥൻ്റെ രാജധാനിയിൽ ചെന്നതു മുതൽ യജ്ഞം വരെ ഉണ്ടായിരുന്ന സംഭവങ്ങളും യജ്ഞം രക്ഷിക്കാൻ ആ കുട്ടികൾ കാവൽ നിന്ന വീരോചിതമായ രീതിയും യജ്ഞകർമ്മങ്ങൾ അശുദ്ധമാക്കാൻ രാക്ഷസന്മാർ ചെയ്ത ശ്രമങ്ങളെ അവർ പരാജയപ്പെടുത്തിയതും വിവരിച്ചു. അവരുടെ നേട്ടങ്ങളെ പുകഴ്ത്തുകയും ചെയ്തു. വിവരണഘട്ടത്തിൽ കൃതജ്ഞതയുടെയും ആനന്ദത്തിൻ്റെയും ബാഷ്പങ്ങൾ മഹർഷിയുടെ കണ്ണുകളിൽ ഒന്ന് ഊർന്നു വരികയും അദ്ദേഹത്തിന് പലവട്ടം വസ്ത്രാഞ്ചലം കൊണ്ട് അവ ഒപ്പിക്കളിയേണ്ടി വരികയും ചെയ്തു. ഈ വാക്കുകൾ കേട്ടും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടും കുട്ടികളുടെ വശീകരണ ശക്തിയിലുള്ള കോമളത്വം കൊണ്ടും ജനങ്ങൾ പരമാനന്ദം അനുഭവിച്ചു. താൻ പലപ്പോഴും സമാധിയിൽ അനുഭവിച്ച ആനന്ദം കുട്ടികൾ ദിവ്യ തേജസ്സിൻ്റെ മൂർത്തിമദ്ഭാവമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം പലപ്പോഴും മറ്റു വല്ലയിടങ്ങളിലേക്കും നോക്കാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ബ്രഹ്മജ്യോതിഷ് വർഷിക്കുന്നതും സുന്ദരവും കമലസദൃശവുമായ ആ മുഖങ്ങളുടെ ദർശനത്തിനു മാത്രം ദാഹിച്ചു. തൻ്റെ ഉള്ളിലുള്ള ആനന്ദ നിവൃത്തിയുടെ ബഹിർപ്രകാശനം ജനകൻ വളരെ പ്രയാസപ്പെട്ട് തടഞ്ഞു. ആദരവോടും വിനയത്തോടും കൂടി ശ്രദ്ധാപൂർവം അവരെ തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം സ്ഥിതി ചെയ്തു. താനൊരു ചക്രവർത്തിയാണെന്നും ആ കുട്ടികൾ മറ്റൊരു ചക്രവർത്തിയുടെ കുമാരന്മാരാണെന്നും ഒരു നിമിഷ നേരത്തേക്ക് അദ്ദേഹം ഓർമ്മിച്ചില്ല. അവർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതാണെന്ന ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായി. അവരുടെ അമാനുഷികമായ ശക്തിയെയും വൈഭവത്തെയും സംബന്ധിച്ച് വിവരണങ്ങളാൽ ആ ബോധം വർദ്ധിക്കുകയും ശക്തിപ്പെടുകയും ചെയ്തു. ഈശ്വരൻ്റെ ഗുണസാദൃശ്യമുള്ള അപൂർവ വ്യക്തികളാണ് അവരെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാരണം പ്രശസ്തരായ വിശ്വാമിത്രന് തടസ്സം കൂടാതെ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ഒരു യജ്ഞത്തിൻ്റെ രക്ഷാകർത്തൃത്വം പ്രായപൂർത്തിയെത്തുന്നതിനു മുമ്പായി തന്നെ അവർ ഏറ്റെടുത്ത് വിജയകരമായി നിർവഹിച്ചത് തന്നെ എന്തൊരത്ഭുതം! അദ്ദേഹം അത്യന്തം വിസ്മയാധീനനായി. അതിൽ പിന്നെ മിഥിലയിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ഭാഗത്തോടുകൂടി മഹർഷി വിവരണം തുടർന്നു. ആ 2 സഹോദരന്മാരോട് മഹർഷി പറഞ്ഞുകൊടുത്ത കഥകളും ജനകനോട് വിശദമായി പറഞ്ഞു. തലസ്ഥാന നഗരിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിലെ ഗൗതമ പത്നിയായ അഹല്യയുടെ പൗത്രീകരണത്തിൻ്റെയും വിമോചനത്തിൻ്റെയും കഥ പറഞ്ഞപ്പോൾ സദാനന്ദൻ അളവറ്റ ആശ്ചര്യത്തിന് അധീനനായി. അദ്ദേഹം പെട്ടെന്ന് ഉച്ചത്തിൽ ചോദിച്ചു, എന്ത്? എൻ്റെ മാതാവ് ശാപത്തിൽ നിന്നും മോചിതയായോ? ഈ ദിവ്യ വ്യക്തികൾ എൻ്റെ മാതാവിനെ പരിശുദ്ധയാക്കിയോ? പിന്നീട് അവരെ പിതാവിന് തിരികെ ഏൽപ്പിച്ചു. സംശയരഹിതമായും അവർ ദിവ്യന്മാർ തന്നെ. കൃതജ്ഞതയുടെയും ആനന്ദത്തിൻ്റെയും ബാഷ്പപ്രവാഹം കണ്ണിൽ നിന്നും കവിൾത്തടങ്ങളിലേക്ക് വീണപ്പോൾ അദ്ദേഹം വികാരാധീനനായി സ്തംഭിച്ചുപോയി. ഇളകാനാവാതെ സ്ഥിതി ചെയ്തു. വിശ്വാമിത്രൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മകനെ, ഇതുവരെ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇത്രയും വികാരാധീനനാകേണ്ടതില്ല. വരാനിരിക്കുന്ന
വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇവയേക്കാൾ എത്രയോ അത്ഭുതങ്ങളായ സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു. അവയുടെ അമാനുഷിക പ്രഭാവം ആശ്ചര്യത്തിനും ആനന്ദ നിർവൃതിക്കും കാരണമാകും. നാളെയോ മറ്റന്നാളോ താങ്കളുടെ അമ്മയും അച്ഛനും മിഥില നഗരിയിൽ വരും. രാമലക്ഷ്മണന്മാരുടെ അത്ഭുതകരമായ കഥ താങ്കൾക്ക് അവരിൽ നിന്നും കേൾക്കാം. ശാന്തമായിരിക്കൂ. ഇത് കേട്ടപ്പോൾ ജനക ചക്രവർത്തി പറഞ്ഞു, ഗുരു, ഇത്രയും ദിവ്യത്വമുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാർ എത്ര ധന്യാത്മാക്കളാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വസതിയിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് തന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അദ്ദേഹം രാമൻ്റെയും ലക്ഷ്മണൻ്റെയും നേരെ തിരിഞ്ഞ് ഇങ്ങനെ അഭിസംബോധന ചെയ്തു, ഓമനകളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വസതി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചതോ നിങ്ങളുടെ അന്തസ്സിന് യോജിച്ചതോ ആയിട്ടില്ലെങ്കിൽ മാപ്പു തരണം. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്കുചിതമായ വസതികൾ സൗകര്യപ്പെടുത്തുവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങൾ മിഥിലയിൽ പരിചയമില്ലാത്തവരായതുകൊണ്ട് നഗരത്തിലെ കാഴ്ചകൾ നോക്കിക്കാണാൻ ഞാൻ ഏർപ്പാട് ചെയ്യാൻ വേണ്ടതെന്താണെന്ന് മടിക്കാതെ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അപ്രകാരം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാവുകയേ ഉള്ളൂ. മാതൃകപരമായ സദ്ഭാവത്തോടും വിനയത്തോടും ഉള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ജനകൻ്റെ നേരെ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ആദരവിനെ പ്രകടമാക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു. രാമൻ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ വെറും കുട്ടികളാണ്. അങ്ങ് ചെയ്ത ഏർപ്പാടുകളിൽ കൂടുതലൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി മറ്റു വല്ലതുമോ സൗകര്യപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടേണ്ടതുമില്ല. എന്നിരുന്നാലും അങ്ങേക്ക് അത്രയും വർദ്ധിച്ച സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ഒരാഗ്രഹം നിറവേറ്റാൻ അങ്ങേക്ക് ശ്രമിക്കാം. അതെന്താണെന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കാതെ അദ്ദേഹം ഗുരു വിശ്വാമിത്രൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ജനക, അയോധ്യയിൽ നിന്നും ഈ കുട്ടികൾ എന്നോടൊന്നിച്ച് എന്തിനു വന്നുവോ ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞു. ഞാൻ നടത്താൻ ഉദ്ദേശിച്ച യജ്ഞം യാതൊരശുദ്ധിയും കൂടാതെ നടന്നു കഴിഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും തിരിച്ചു പോകാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു. ഇതിനിടയിലാണ് താങ്കൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള യജ്ഞത്തിനെ സംബന്ധിക്കാനുള്ള ക്ഷണം താങ്കളിൽ നിന്നും എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് എൻ്റെ കൂടെ മിഥിലയിലേക്ക് വരാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. തൻ്റെ പിതാവ് എൻ്റെ ആശ്രമത്തിൽ വെച്ച് നടത്തുന്ന യജ്ഞത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് തന്നെ അയച്ചതെന്നും അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും അച്ഛനിൽ നിന്നും അകന്നു നിൽക്കുന്നത് ശരിയല്ല എന്നും അതുകൊണ്ട് മിഥിലയിലേക്ക് വരാൻ മടിയുണ്ടെന്നും എന്നും രാമൻ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ താങ്കളുടെ കൈവശമുള്ള അനേകം ദിവ്യായുധങ്ങളെപ്പറ്റി ഞാൻ അവരോട് സംസാരിച്ചു. അത്തരം അപൂർവമായ ആയുധങ്ങൾ കാണുവാനും പ്രയോഗിക്കുവാനും അവർക്ക് പ്രകൃത്യാ താല്പര്യവും കൗതുകവുമുണ്ട്. അവർ നിശ്ചയമായും കാണേണ്ടതായ താങ്കളുടെ അധീനത്തിലുള്ള ശൈവചാപത്തെപ്പറ്റി ഞാൻ അവരോട് വർണ്ണിച്ചു. അതിൻ്റെ കഥയും പറഞ്ഞുകൊടുത്തു. അപ്പോൾ അത് കാണണം എന്നുള്ള ആഗ്രഹം മൂലം എൻ്റെ കൂടെ ഇവിടേക്ക് വരാൻ അവർ സമ്മതിച്ചു. അവർക്ക് നഗരം ചുറ്റിക്കാണാനോ രസകരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ ആഗ്രഹമില്ല. വില്ലുകൾ, വസ്ത്രങ്ങൾ, ശിഷ്ടരക്ഷണത്തിനുള്ള ദുഷ്ടശിക്ഷണത്തിനും പ്രയോജനപ്പെടുത്തുന്ന ആയുധങ്ങൾ, ഇവയാണ് അവരുടെ ശ്രദ്ധയിൽ ആദ്യ പരിഗണന അർഹിക്കുന്നത്. ജനകന് കൂടുതൽ കേൾക്കേണ്ടതില്ല എന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, ആ കാര്യത്തിൽ കാലവിളംബം കൂടാതെ ശൈവചാപം യജ്ഞശാലയിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. അവിടെ അതെത്തിക്കാനുള്ള ശുഭമുഹൂർത്തത്തെപ്പറ്റി ഗുരു സദാനന്ദനോട് ആലോചിക്കുവാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഇടയ്ക്കുള്ള സമയത്ത് രാമൻ ജനകനോട് ചോദിച്ചു, മഹാരാജാവേ, ഈ ദിവ്യചാപം അങ്ങയുടെ അധീനതയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഞങ്ങളോട് പറയാമെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആനന്ദമുണ്ടാകും. ജനകൻ സ്പഷ്ടമായ വസ്തുതകൾ വിശദീകരിച്ചു. വത്സന്മാരെ, എൻ്റെ വംശത്തിലെ മഹാനും പൂർവികനുമായ നിമിക്ക് ശേഷം 6 പുരുഷാന്തരങ്ങൾ കഴിഞ്ഞ് ദേവരഥൻ എന്ന ഒരു രാജാവ് ഈ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ ദേവന്മാർ വിശ്വാസത്തോടെ ഈ ശൈവചാപം സൂക്ഷിച്ചു. അതിൽ പിന്നെ അതവിടെ തന്നെയായി. അത് ദേവകളുടെ ആയുധമാണ്. അതുകൊണ്ട് അത് ഒരു സാധാരണ ചാപം അല്ല എന്ന് ഞാൻ ഉറപ്പായി പറയുന്നു.
അനേകായിരം ടൺ ഭാരമാണതിന്. ഇതുവരെ ഒരാളും അത് നിവർത്തിപ്പിടിച്ചിട്ടില്ല. കാരണം അത്രയും ഖനം ആർക്കുയർത്താൻ കഴിയും? ആ വില്ല് കുലയ്ക്കുവാനോ ഉയർത്തിപ്പിടിക്കുവാനോ ആർക്ക് കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കഴിഞ്ഞ കാലത്ത് പല ഊര് ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചു നോക്കാൻ ആളുകളെ ക്ഷണിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ചെയ്യാൻ കഴിയുന്ന ആളെ ഇനിയും കാണാനിരിക്കുന്നു. അതിനായി ശ്രമിച്ച എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും പരാജയപ്പെട്ട് അപമാനിതരായി മടങ്ങുകയാണ് ഉണ്ടായത്. അവർക്ക് വില്ലു കുലയ്ക്കുവാനോ തെല്ലെങ്കിലും നീക്കുവാനോ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ യജ്ഞം ചെയ്യാൻ തീരുമാനിച്ച ഭൂമി ഉഴുതുകൊണ്ടിരുന്നപ്പോൾ ഉഴവുചാലിൽ ഒരു പെട്ടി എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞാനത് അവിടെ നിന്നും മാറ്റി പരിശോധിച്ചപ്പോൾ അതിൽ അതികോമളയായ ഒരു പെൺകുട്ടിയെ കണ്ടു. സീതയിൽ നിന്നും ലഭിച്ച ആ കുട്ടി ആയതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് സീത എന്ന് പേരിട്ടു. സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി. ഒരു ദിവസം അവൾ കൂട്ടുകാരികളുമായി കളിച്ചുകൊണ്ടിരിക്കെ അവളുടെ കളിക്കോപ്പ് ഉരുണ്ടുരുണ്ട് ആ വില്ല് വെച്ചിരുന്ന പെട്ടിയുടെ അടിയിൽ ചെന്നുപെട്ടു. പല സൂത്രങ്ങളും ഉപയോഗിച്ച് അവർ അതെടുക്കുവാൻ ശ്രമിക്കും തോറും ആ പന്ത് പെട്ടിക്കിടയിലേക്ക് തന്നെ ഉരുണ്ടുപോയി. പക്ഷേ ഞങ്ങളുടെ കൊച്ചുമോൾ സീത കൂട്ടുകാരികളുടെയും രക്ഷാഭടന്മാരുടെയും വ്രതാശ്രമങ്ങൾ കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. തൻ്റെ ഇളം കൈകൊണ്ട് അവൾ ആ പെട്ടി നീക്കി കളിക്കോപ്പ് കൈകളിലാക്കി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ആ സമയത്ത് ആ സ്ഥലത്ത് അത് കണ്ടുനിന്ന അത്ഭുതസ്തബ്ധരായ ആളുകളിൽ നിന്നാണ് രാജ്ഞിമാർ ഇതറിഞ്ഞത്. അവരിൽ നിന്ന് ഞാനത് അറിയിക്കുകയും ചെയ്തു. ആ ദിവസം ഈ വില്ലു വളച്ച് ഞാൻ കെട്ടി അർഹത തെളിയിക്കുന്ന വീരന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. അവളെ പരിണയിക്കുന്നതിനായി പല രാജകുമാരന്മാരും വില്ലെടുക്കുവാനും വളയ്ക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം അപമാനകരമായ പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവർ വ്രണിത ഹൃദയരായി. അവരെ ഞാൻ കരുതിക്കൂട്ടി അപമാനിച്ചതാണെന്ന് അവർ പറഞ്ഞു. വെറുപ്പിലും നിരാശയിലും അവർ ഒന്നിച്ചുകൂടി. അവരെല്ലാം തങ്ങളുടെ സൈന്യങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് മിഥിലയെ ആക്രമിച്ചു. നിരോധം 1 വർഷക്കാലം നിലനിന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ആയുധശേഖരമെല്ലാം നശിച്ചു. മിഥില നഗരിയുടെ വിധിയെപ്പറ്റി ഞാൻ വല്ലാതെ വ്യാകുലപ്പെട്ടു. ദേവന്മാരുടെ അനുഗ്രഹം തേടുവാൻ തപസ്സു ചെയ്യുകയല്ലാതെ എനിക്ക് ഗത്യന്തരമില്ലായിരുന്നു. ദേവന്മാർ എന്നിൽ സന്തുഷ്ടരായി. ഗജം, രഥം, തുരങ്കം, കാലാൾ എന്നീ 4 അംഗങ്ങളടങ്ങിയ സൈന്യത്തിൻ്റെ സഹായം ഉടനെ തന്നെ എത്തുമെന്ന് എന്നെ അനുഗ്രഹിച്ചു. അതായത് നിരോധിക്കുന്ന സൈന്യങ്ങളുടെ പിന്നിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് എനിക്ക് സൈന്യ സഹായം ലഭിച്ചു. അവർ പിന്നിൽ നിന്നും ആക്രമിച്ചതോടെ ശത്രു സൈന്യം ചിന്നിച്ചിതറി. ഈ പ്രതികാരപരമായ സൈനിക പ്രവർത്തനത്തിനിടയിലും എനിക്ക് ഈ വില്ലിനെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാനത് കാത്തു രക്ഷിച്ചു. അതിൻ്റെ അസാധാരണമായ ശക്തി വർണ്ണനാതീതമാണ്. രാമചന്ദ്ര, നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. നീ സമ്മതിക്കുകയാണെങ്കിൽ വില്ല് യജ്ഞശാലയിലേക്ക് കൊണ്ടുവരും. ആർക്കെങ്കിലും വില്ലുയർത്തി വളയ്ക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം എന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യും. ജനകൻ അധികൃതമായി സംസാരിച്ചപ്പോൾ രാമനും ലക്ഷ്മണനും പരസ്പരം നോക്കിയെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അവർ ഇതുവരെ അനുസരിച്ചു വന്ന ഗുരുവിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആ സഹോദരന്മാരുടെ ശക്തിയും വൈഭവവും മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ജനകൻ അഭിപ്രായപ്പെട്ടതുപോലെ നടത്തുവാൻ കഴിയുമെന്നും അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടാകുന്ന ആശങ്കയെ ആവശ്യമില്ല എന്നും പറഞ്ഞു. വില്ല് കുലച്ച് ഞാൻ കെട്ടുന്നവന് മാത്രമേ സീതയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് താൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇപ്പോൾ യജ്ഞശാലയിൽ കൊണ്ടുവരപ്പെടുന്ന വില്ല് കുലയ്ക്കുന്നതിൽ വിജയിക്കുന്നവർ ആരായാലും അദ്ദേഹത്തിന് സീതയെ നൽകുന്നതാണെന്ന് ജനകൻ പ്രഖ്യാപിച്ചു. ആ നടപടിയും വിശ്വാമിത്രൻ അംഗീകരിച്ചു. ജനകൻ മഹർഷിയോട് യാത്ര പറഞ്ഞ് രാജധാനിയിലേക്ക് പോയി. യജ്ഞശാലയിലേക്ക് വില്ലെത്തിക്കുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ശൈവചാപം പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് വിളംബരം ചെയ്തു. ആവുന്നിടത്തോളം രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും സന്ദേശമെത്തിച്ചു. വില്ല് സൂക്ഷിച്ച പെട്ടിവെച്ച 8 ചക്രമുള്ള വാഹനം യജ്ഞശാലയിൽ കൊണ്ടുവരുവാൻ ഒരു കൂട്ടം മല്ലന്മാർ യജ്ഞം ആരംഭിച്ചു. അവർ അത് വലിക്കുകയും ഉന്തുകയും ചെയ്തു. എങ്കിലും അവർക്ക് അത് ഒരടി പോലും നീക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തന്മാരെ വിളിച്ചു കൂട്ടി. അവരെല്ലാവരും ചേർന്ന് വാഹനത്തെ ഘടിപ്പിച്ച് ചങ്ങല വലിച്ചും പിന്നിൽ നിന്ന് തള്ളിയും ഒരു വിധത്തിൽ വില്ല് പവിത്രമായ ഇന്നസ്ഥലത്ത് എത്തിച്ചു. പുരോഹിതന്മാർ മംഗളപൂർണമായ സ്വാഗതം അരുളുന്ന മന്ത്രങ്ങൾ ചൊല്ലി.
നേരം പുലർന്നു. പതുപോലെ 9 സംഗീതോപകരണങ്ങളുടെ ഉയർത്തിയ ശബ്ദം ആകാശത്തിൻ്റെ മേൽത്തട്ടുവരെ എത്തി. ശംഖധ്വനി തുടർച്ചയായി മുഴങ്ങി. ഗാനങ്ങളിൽ കൂടിയും കർമ്മങ്ങളിൽ കൂടിയും ദിവസത്തിൻ്റെ ശുഭസ്വഭാവം പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു കൂട്ടം പുരോഹിതന്മാരാലും ദിവ്യധനുസിൻ്റെ പൂജയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ വഹിക്കുന്ന പരിജനങ്ങളാലും അനുഗതനായി ജനക ചക്രവർത്തി യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്തിന് മുമ്പ് തന്നെ രാജാക്കന്മാർ, രാജകുമാരന്മാർ, മന്ത്രിമാർ, രാജസ്തുതി പാഠകന്മാർ, മഹർഷിമാർ, വിദ്വാൻമാർ എന്നിവരെ കൊണ്ട് യജ്ഞശാല നിറഞ്ഞിരുന്നു. ജനകൻ കടന്നു വന്നതോടുകൂടി രാജ്യത്തിൻ്റെ ഭരണാധിപനോടുള്ള ബഹുമാനം പ്രദർശിപ്പിക്കാനായി മുഴുവൻ സദസ്യരും എഴുന്നേറ്റു നിന്നു. വേദ പണ്ഡിതന്മാർ അനുഗ്രഹം വർഷിക്കുന്നതിന് ദേവന്മാരോട് പ്രാർത്ഥനാരൂപത്തിൽ അഭിസംബോധന ചെയ്യുന്ന മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലി. അവരുടെ ആശ്ചര്യദ്യോതകമായ ശബ്ദം ഏകതാനത്തിൽ സ്വർഗം വരെ എത്തി. എല്ലാവരും പ്രതീക്ഷാ നിർഭരരായിരുന്നു. അവർ ഒരിക്കലും കണ്ണിമയ്ക്കാതെ മുന്നോട്ട് തന്നെ നോക്കി നിന്നു. ജനകൻ ഭക്ത്യാദരങ്ങളോടെ വില്ലുവെച്ച വാഹനത്തിൻ്റെ ചുറ്റും നടന്ന് അതിനെ പ്രസാദിപ്പിക്കുന്ന സ്തോത്രങ്ങൾ ചൊല്ലി അതിന് പുഷ്പാർച്ചന നടത്തി. ആ ദിവ്യധനുസിൻ്റെ മുമ്പിൽ അദ്ദേഹം നമസ്കരിച്ചു. അനന്തരം വിശിഷ്ട സദസ്സിന് നേരെ തിരിഞ്ഞു നിന്ന് അദ്ദേഹം അറിയിച്ചു, മഹർഷിക്ക് നമസ്കാരം. ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള സർവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ വർഷങ്ങളായി എൻ്റെ പൂർവ്വപിതാക്കന്മാരും അതുപോലെ മറ്റനേകം രാജാക്കന്മാരും ഈ ദിവ്യധനുസിനെ പൂജിക്കുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതിനു പുറമെ ആരും തന്നെ ആ ആൾദേവനോ മസുരനോ യക്ഷനോ രാക്ഷസനോ ഗരുഡനോ ഗന്ധർവനോ കിന്നരനോ മഹാരകനോ ആയിക്കൊള്ളട്ടെ, ആരും തന്നെ ഇതേവരെ വില ഒന്ന് പൊക്കുവാനോ നിവർത്തിയിട്ട് ഞാൻ കെട്ടുവാനോ പ്രാപ്തരായിട്ടില്ല. പരിശ്രമിച്ചവരെല്ലാം അഭിമാനഭംഗത്തോടെ മടങ്ങുകയാണ് ഉണ്ടായത്. അത് വകവയ്ക്കാതെ ഇന്ന് ആ വില്ല് യജ്ഞശാലയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വീണ്ടും തീരുമാനിച്ചു. ഇവിടെ സമ്മേളിച്ചിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ കെട്ടിയിട്ട് അതിലൊരസ്ത്രം ചേർക്കുകയോ അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ വില്ലിൻ്റെ ഭാരം താങ്ങുകയോ ചെയ്യാൻ പ്രാപ്തനാവുന്നുവെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്ന് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്താം. വില്ല് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ വാക്കുകളോടെ ജനകൻ സദസ്സിനു മുമ്പാകെ കൈകൂപ്പി വണങ്ങി സിംഹാസനസ്ഥനായി. വിശ്വാമിത്രൻ മന്ദസ്മിതത്തോടുകൂടി രാമനെ ഒന്ന് നോക്കി. ഉടനെ രാമൻ വാഹനത്തിൻ്റെ സമീപിച്ച് ഇടത്ത് കൈകൊണ്ട് അതിൻ്റെ ഇരുമ്പ് മൂടി പൊന്തിക്കുകയും വലത് കൈകൊണ്ട് ഉത്കണ്ഠയോ ആയാസമോ കൂടാതെ പെട്ടിയിൽ നിന്നും വില്ലെടുത്ത് പൊക്കുകയും ചെയ്തു. വില്ല് കുത്തനെ പിടിച്ച് എല്ലാ മുഖങ്ങളെയും ആശ്ചര്യം വർഷിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ആ അത്ഭുതം കണ്ടുനിന്ന ആയിരങ്ങൾ, പൗരന്മാർ, രാജാക്കന്മാർ, രാജകുമാരന്മാർ, മഹർഷിമാർ, മുതിർന്നവർ എല്ലാവരും ആകാശത്തിൽ പ്രതിധ്വനി തുടർന്നുണ്ടാവുന്നതിൻ്റെ ഖരഘോഷം മുഴക്കി. ഉടനെ രാമൻ ധനുസിൻ്റെ ഞാൺ മുറുക്കിക്കെട്ടി സന്തോഷപൂർവ്വം ലാഘവത്തോടെ അദ്ദേഹം ഒരമ്പ ചേർത്ത് അത് അയക്കുന്നതിന് ഞാൻ കാതുവരെ വലിച്ചു. പക്ഷേ പെട്ടെന്ന് വില്ല് ഒടിഞ്ഞു പോവുകയാണുണ്ടായത്. അസാധാരണവും അപ്രതീക്ഷിതവുമായ ഈ പൊട്ടൽ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു, സംഭ്രമിച്ചു, ഭയപ്പെട്ടു. മറ്റു ചിലർ വെപ്രാളം പിടിച്ചു ഓടി. മഹർഷിമാർ ഈശ്വര പ്രാർത്ഥന നടത്തി. എന്തിനിയും വിസ്തരിക്കുന്നു. ജനകൻ, വിശ്വാമിത്രൻ, സഹോദരന്മാരായ രാമലക്ഷ്മണന്മാർ എന്നിവരൊഴിച്ച് ബാക്കി അവിടെ കൂടിയിരുന്നവരെല്ലാവരും വിവരണാതീതവും ആശ്വസിപ്പിക്കാൻ അസാധ്യവുമായ കൊടും ഭീതിയിൽ നിമജ്ജിതരായി. ഇതിനിടയിൽ ജനകൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വിശ്വാമിത്രൻ്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഗുരു, രാമനുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഭൗമമല്ല ഈ ശക്തി. ഞാൻ പ്രതിജ്ഞ നിറവേറ്റാം. വില്ലുയർത്തി വളച്ച് പൊട്ടിച്ചവന് ഞാൻ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാം. വിശ്വാമിത്രൻ പറഞ്ഞു. ജനക, ആ വാർത്ത ദശരഥ ചക്രവർത്തിയെ അറിയിക്കുകയും അദ്ദേഹം വന്നതിന് ശേഷം ഈ ശുഭസംഭവം ആഘോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാണ് എൻ്റെ ആഗ്രഹം. രാമൻ പിതാവിനെ അനുസരിക്കുന്നതിൽ വളരെ താല്പര്യം ഉള്ള ആളാണ്. അതുകൊണ്ട് ദശരഥൻ അംഗീകാരം നൽകുന്നതുവരെ രാമൻ വിവാഹത്തിന് സമ്മതിക്കുകയില്ല. അത് കേട്ട ജനകൻ ചില മന്ത്രിമാരെയും ബ്രാഹ്മണരെയും വിളിച്ചു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് തന്നെ അയോധ്യയിലേക്ക് യാത്ര ചെയ്യാൻ ശട്ടം കൂട്ടി. അതിവേഗം ഓടുന്ന കുതിരകളെ പൂട്ടിയ രഥങ്ങളിൽ യാത്ര ചെയ്ത് 3 പേരും 3 പകലും
മൂന്ന് രാവും 3 പകലും യാത്ര ചെയ്ത് 4-ാം ദിവസം രാവിലെ അയോധ്യയിലെത്തി. രാജധാനിയുടെ പ്രധാന കവാടത്തിനു മുമ്പിൽ തന്നെ രഥങ്ങൾ നിർത്തി. കഴിയുന്നതും വേഗം കാവൽ ഭടന്മാർ വഴി ചക്രവർത്തിയെ വിവരം അറിയിക്കണമെന്നായിരുന്നു ലക്ഷ്യം. കാവൽ ഭടന്മാർ പേരും ആഗമനത്തിൻ്റെ ഉദ്ദേശവും അന്വേഷിച്ചപ്പോൾ തങ്ങൾ മിഥിലയിൽ നിന്നും വരുന്നതാണെന്നും ചക്രവർത്തിയെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹത്തെ അറിയിക്കാൻ അപേക്ഷിച്ചു. ഭടന്മാർ അതിവേഗം ദശരഥനെ വിവരം അറിയിച്ചു. ഒട്ടും താമസിയാതെ രാജധാനിയിൽ ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് അവരെ വിളിപ്പിച്ചു. സായിറാം.